സാധാരണ പലിശയിൽ നിക്ഷേപിച്ച ഒരു തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായി. പലിശ നിരക്ക് കാണുക. ഇവിടെ സാധാരണ പലിശയാണ് കണക്കാക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കുന്നത്. ഒരു തുക നിക്ഷേപിച്ചു. എത്ര തുകയെന്നറിയില്ല, ഏതോ ആയിക്കോട്ടെ, ഒരു തുക നമ്മൾ നിക്ഷേപിച്ചു. 8 വർഷം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ആ തുക ഇരട്ടിയായി. നമ്മൾ നിക്ഷേപിച്ച തുക ഇരട്ടിയായി. അതായത് നമ്മൾ എത്ര തുക നിക്ഷേപിച്ചോ അത്രയും പലിശ കിട്ടി എന്നർത്ഥം. നമ്മൾ ഏത് തുകയാണോ നിക്ഷേപിച്ചത് അത്ര പലിശയും കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ നിക്ഷേപിച്ച തുക എന്തായത്? ഇരട്ടിയായത്. നമ്മൾ എന്ത് കാണണം? പലിശ നിരക്ക് കാണണം. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യമാണ് R = 100/n. ഇതുപോലത്തെ ചോദ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യമാണ് R = 100/n. R പലിശ നിരക്ക്, n വർഷങ്ങളുടെ എണ്ണം. ഈ സൂത്രവാക്യത്തിൽ ചോദ്യത്തിനനുസരിച്ച് ഈ സൂത്രവാക്യം മാറും. ചോദ്യത്തിനനുസരിച്ച് സൂത്രവാക്യം മാറും. അപ്പോൾ ഇതിൽ 8 വർഷം കൊണ്ട് ഇരട്ടിയായി എന്ന് പറയണു. ഇരട്ടിയാവും കൊണ്ടാണ് നമ്മൾ 100 ഇട്ടത്. ഇത് 3 മടങ്ങാ വിചാരിച്ചോളൂ, 3 ഇരട്ടി. അപ്പോൾ ഇവിടെ 200 ഇടണം. അപ്പോൾ ഇരട്ടിയാവുമ്പോൾ 100, 3 ഇരട്ടിയാവുമ്പോൾ 200, അതായത് 200 ഇടണം. നമുക്കിവിടെ 4 ഇരട്ടി എന്ന് പറയണമായിരിക്കും, 4 ഇരട്ടി. അപ്പം 1 കുറവ്, 300 ഇടണം. ഇവിടെ എത്ര ഇരട്ടിയാണോ അതിനേക്കാൾ 1 കുറവായ 100. ഇരട്ടി പറയുമ്പോൾ 2 ഇരട്ടി, അപ്പോൾ 100. 3 ഇരട്ടി പറയുമ്പോൾ അതൊന്ന് കുറച്ചു 200. 4 ഇരട്ടിയാവുമ്പോൾ 1 കുറച്ച് 300. 10 ഇരട്ടി ആയിരിക്കുക, നമ്മളെന്താ 900 ഇടണം. അപ്പോൾ ഇവിടെ ഇരട്ടി. അപ്പം R = 100/n. വില കൊടുത്തു. 100/n എത്ര വർഷം? 8. നമുക്ക് 4 കൊണ്ട് പിടിച്ചെടുക്കാം. 25 4 100, 24 8. 25/2 കിട്ടി. 25/2 പറഞ്ഞതിനർത്ഥം 25ൻ്റെ പകുതി. അതായത് 12 24 ശിഷ്ടം 1. അപ്പോൾ 12 1/2% അവിടുത്തെ പലിശ നിരക്ക്.